ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം എൻഡിഎയിൽ പൂർത്തിയായി. സഖ്യത്തിലെ പ്രധാന കക്ഷികളായ ബിജെപിയും ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയും 101 സീറ്റുകളിൽ വീതമാണ് മത്സരിക്കുക. ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടിക്ക് 29 സീറ്റുകൾ, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും ഉപേന്ദ്ര കുഷ്വാഹയുടെ പാർട്ടിക്കും 6 സീറ്റുകൾ വീതമാണ് ലഭിച്ചത്. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് ബിൽഡ്-തോൺ 2025 നാളെ തുടക്കമാകും. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാളെ രാജ്യവ്യാപകമായി എല്ലാ സ്കൂളുകളിലും തത്സമയ ബിൽഡ്-തോൺ നടക്കും. സ്കൂളുകൾക്ക് ഈ മാസം 14 മുതൽ 31 വരെ എൻട്രികൾ സമർപ്പിക്കാം. ന്യൂഡൽഹിയിൽ ഇന്ന് ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും പങ്കെടുത്ത സൺഡേസ് ഓൺ സൈക്കിൾ യജ്ഞത്തിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേതൃത്വം നൽകി. ഭാരതത്തിന്റെ ഫിറ്റ്നസ് യാത്രയിൽ ആരോഗ്യ വിദഗ്ധരുടെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു പരിപാടി. ഇന്ത്യയിൽ ഉടനീളമുള്ള 10,000-ലധികം സ്ഥലങ്ങളിൽ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 44ാമത് പതിപ്പ് നടന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതുവരെ 23 പേർ മരിച്ചതായി മന്ത്രി വീണ ജോർജ്. ഇതുവരെ 104 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗബാധയെന്നും കോഴിക്കോടും മലപ്പുറത്തും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശിനിയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് ശബരിമല സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ പരിശോധന നാളെയും തുടരും. ഇന്ന് രാവിലെ 9:30 ആരംഭിച്ച പരിശോധന വൈകുന്നേരം 6:30 വരെ തുടർന്നു. ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കുന്ന ജോലികളാണ് റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ നടന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്. 1998 മുതൽ 2025 വരെയുള്ള ഏത് കാര്യവും അന്വേഷിക്കട്ടെയെന്നും PS പ്രശാന്ത് പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉള്ളവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ FIR എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സർക്കാരിനും ദേവസ്വം വകുപ്പിനും കഴിയില്ല. ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ഗൂഢാലോചന നടത്തിയ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുകയും വേണമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. വനിതാ ലോകകപ്പിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺ എന്ന നിലയിലാണ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 48.5 ഓവറിൽ 330 റൺസിന് പുറത്തായി. 5 വിക്കറ്റുകൾ നേടിയ ഓസീസ് താരം അന്നബെൽ സദർലാൻഡാണ് വിക്കറ്റ് വേട്ടയിൽ മുന്നിൽ. 66 പന്തിൽ 80 റൺസ് നേടിയ സ്മൃതി മന്ധാന ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാമ്പ്യൻഷിപ്പിൽ വേഗരാജാക്കന്മാരായി അഴീക്കോടൻ അച്ചാംതുരുത്തി. പാലിച്ചോൻ അച്ചാംതുരുത്തി A ടീമിനെ പിന്നിലാക്കിയാണ് അഴീക്കോടൻ അച്ചാംതുരുത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ജലരാജാക്കന്മാരായത്. പാലിച്ചോൻ അച്ചാംതുരുത്തി A ടീം 2ാം സ്ഥാനവും AKG പോടോത്തുരുത്തി A ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മന്ത്രി PA മുഹമ്മദ് റിയാസിൽ നിന്ന് വിജയികൾ ട്രോഫികൾ ഏറ്റുവാങ്ങി. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ഇന്ന് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിൽ 5 വയസ്സിന് താഴെയുള്ള 21 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിടുന്നത്. ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. കൊല്ലം ജില്ലയിൽ 1,21,321 കുട്ടികൾക്കും വയനാട് ജില്ലയിൽ 50,592 കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.